ഇടുക്കി മൂന്നാറിൽ അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് കുട്ടിയാനയെ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിന് ഇന്ന് പുലർച്ചയോടെയാണ് ഒരു മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ കുട്ടിയാനെ അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെയുള്ള തൊഴിലാളികളാണ് ആദ്യം ഈ കുട്ടിയാന അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് തൊഴിലാളികളാണ് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തി ഈ ആനയ്ക്ക് ചികിത്സ നൽകാമെങ്കിലും ഈ പിടിയാന കുട്ടിയാനയുടെ അടുത്തിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. അതുതന്നെ ഏറെ ക്ലേശകരമായിരുന്നു. ഏതായാലും വനവകുപ്പ് സർജനെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് ഈ പിടിയാനെ ഇവിടെ മാറ്റി ഈ ആനയുടെ അടുത്ത് കുട്ടിയാനയുടെ അടുത്തേക്ക് എത്തിയെങ്കിലും കുട്ടിയാന ചെരിഞ്ഞിരുന്നു. ഏതായാലും നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കുട്ടിയാന ചെരിയാനുണ്ടായ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ അടക്കം തൊഴിലാളികൾ ഈ ആനകളെ നേരിൽ കണ്ടതാണ്. പക്ഷെ എന്നാലും കുട്ടിയാനെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. കുട്ടിയാന ഏകദേശം 2 ദിവസമായിട്ട് ഈ അവശനിലയിൽ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചെങ്കിലും കുട്ടിയാന ശരിയായിരുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കാം നാളെ ഉള്ള ബാക്കിയുള്ള എന്തായിരിക്കാം കുട്ടിയാന ശരിയാനുണ്ടായ അസുഖം അല്ലെങ്കിൽ എന്താവാം എന്നുള്ള രീതിയിലുള്ള കൃത്യത നാളെ രാവിലെ ലഭിക്കുള്ളൂ. അതിന് ശരി ബിനീഷ്, ഇടുക്കി മൂന്നാറിൽ അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് കുട്ടിയാനയെ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശനിലയിൽ കണ്ടെത്തിയത്. നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമാണ് എന്താണ് കുട്ടിയാനയുടെ മരണകാരണമെന്ന് അറിയാൻ കഴിയും.